മെനിഞ്ചൈറ്റിസ് എന്താണ്? എങ്ങനെയാണ് ഇത് പകരുന്നത്? എങ്ങനത്തെ തലവേദനയാണ് നാം മെനിഞ്ചൈറ്റിസ് എന്ന് സംശയിക്കേണ്ടത്? വരൂ നമുക്ക് നോക്കാം. വെൽക്കം ടു സിംപ്ലി ന്യൂറോളജി മെഡ് സിമ്പിൾ. നമ്മുടെ തലച്ചോർ തലയോട്ടിയുടെ ഉള്ളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. തലയോട്ടിയുടെ ഉള്ളിൽ CSF എന്നൊരു ഫ്ലൂയിഡിനുള്ളിൽ ഫ്ലോട്ട് ചെയ്തിട്ടാണ് തലച്ചോർ ഇരിക്കുന്നത്. ഈ ഫ്ലൂയിഡിനെയാണ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്ന് വിളിക്കുന്നത്. ഈ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലുള്ള ഇൻഫെക്ഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ തലച്ചോറിനെ ബാധിച്ചാൽ അതിനെ എൻകെഫലൈറ്റിസ് എന്ന് പറയും. ചിലപ്പോൾ ഇത് രണ്ടും കൂടി വരാം. അത്തരം സിറ്റുവേഷനെ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്നാണ് പറയുക. എന്താണ് മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ? പനി, തലവേദന, ശക്തിയായ ഛർദി. ഇത് മൂന്നുമാണ് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ട്രയഡ്, അതായത് പ്രധാനപ്പെട്ട 3 സിംറ്റംസ്. കഴുത്തിൻ്റെ ഭാഗത്ത് പിടുത്തം, തല കുനിക്കുവാനുള്ള പ്രയാസം, ലൈറ്റിലേക്ക് നോക്കുവാനുള്ള പ്രയാസം, കൺഫ്യൂഷൻ, ഓർമ്മക്കുറവ് എന്നിവയെല്ലാമാണ് മറ്റു പ്രധാന ലക്ഷണങ്ങൾ. എന്നാൽ ചെറിയ കുട്ടികളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവായിരിക്കും കാണിക്കുക. മെനിഞ്ചൈറ്റിസ് പെട്ടെന്ന് പകരാം. കൊറോണ അസുഖം പോലെ തന്നെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് മെനിഞ്ചൈറ്റിസ് പകരുന്നത്. സാധാരണ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഹോസ്റ്റൽസ്, ഡോർമെട്രി, മിലിറ്ററി ക്യാമ്പ്സ് എന്നിവിടങ്ങളിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അന്നനാളത്തിലൂടെയും മണ്ണിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നതിലൂടെയും മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പാരസൈറ്റിക്, അമീബിക് എന്നിങ്ങനെ പല അണുക്കളിൽ നിന്നും മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. മെനിഞ്ചൈറ്റിസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ബ്ലഡ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ പോലെ തന്നെ മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാൻ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യണം. ഈ ടെസ്റ്റിനെയാണ് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്നത്. ചില രോഗികൾക്ക് ഇത് പേടിയാണ്. വളരെ സേഫും സിമ്പിളുമായിട്ടുള്ളൊരു പ്രൊസീജിയറാണിത്. 2 ml ഫ്ലൂയിഡ് മാത്രം എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇത് പരിശോധിച്ചാൽ അസുഖം മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് അറിയാൻ പറ്റും. ബാക്ടീരിയ, വൈറസ്, അമീബ എന്നിവയിൽ ഏതെങ്കിലുമാണോ ബാധിച്ചതെന്നും അറിയാൻ പറ്റും. ഇനി ലാബിൽ ഈ CSF ഫ്ലൂയിഡ് കൾച്ചർ ചെയ്യുന്നതിലൂടെ ഏത് ബാക്ടീരിയയാണ് വളർന്നതെന്ന് തിരിച്ചറിയാനും സാധിക്കും. ഏത് മരുന്നാണ് കൂടുതൽ ഫലപ്രദമെന്ന് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ CSFലെ അണുക്കളിലുള്ള DNA, RNA മെറ്റീരിയൽ PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്. മെനിഞ്ചൈറ്റിസ് ഓർ എൻകെഫലൈറ്റിസ് പാനൽ എന്നാണ് ഇതിനെ പറയുക. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൻ്റെ ചികിത്സാ രീതി IV ആൻറ്റിബയോട്ടിക്സ് ആണ്. സർക്കുലേറ്റ് ചെയ്യുന്ന രക്തവും ബ്രെയിനും തമ്മിൽ അദൃശ്യമായ ഒരു മതിലുണ്ട്. ഇതിനെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് കൂടുതൽ ഡോസിൽ ചിലപ്പോൾ 14 മുതൽ 21 ദിവസം വരെ കൊടുക്കേണ്ടി വന്നേക്കാം. പലതരം ബാക്ടീരിയകൾക്കും പലതരം ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ് അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടിക്കളിക്കുകയോ നീന്തി തുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചിലതരം അമീബകൾ വളരാം. നെയ്ഗ്ലേരിയ ഫൗളറി എന്ന് പറയുന്ന ഒരു അമീബ വളരെ അപകടകാരിയാണ്. ഇത്തരം അമീബ നമ്മുടെ മൂക്കിലൂടെ ബ്രെയിനിലേക്ക് കയറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മെനിഞ്ചൈറ്റിസിനെ അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് പറയും. ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് പാരസൈറ്റ് എന്നാണ് വിളിക്കുക. മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായ പനി, തലവേദന, ഛർദി എന്നിവ കൂടാതെ അപസ്മാരം, ബോധക്കേട് എന്നിവയും വന്ന് അസുഖം പെട്ടെന്ന് സീരിയസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മെനിഞ്ചൈറ്റിസിനു സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സയില്ല. അതിനാൽ തന്നെ മരണപ്പെടാനുള്ള സാധ്യതയും വളരെയധികമാണ്, ഏതാണ്ട് 90%. എന്താണ് ഇയോസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന് നോക്കാം. മണ്ണിൽ കളിക്കുമ്പോൾ ചിലർക്ക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അധികമുള്ള കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിൽ ഈ ഒച്ച് വളരാനുള്ള സാധ്യതയുണ്ട്. ഒച്ചിൻ്റെ ഉള്ളിൽ ആൻജിയോസ്ട്രോങ്കൈലസ് എന്ന ഒരു പാരസൈറ്റ് വളരാം. ഈ കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ ഒച്ചിനെ കൈകൊണ്ട് എടുക്കുകയോ വായിലിടുകയോ തിന്നുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ആൻജിയോസ്ട്രോങ്കൈലസ് എന്ന പാരസൈറ്റിൻ്റെ ലാർവ ഒച്ചിൻ്റെ ഉള്ളിൽ നിന്നും കുട്ടിയുടെ ദേഹത്തിലേക്ക് കിടക്കുകയും തലച്ചോറിലേക്ക് കയറി മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം മെനിഞ്ചൈറ്റിസ് അത്ര അപകടകാരി അല്ലെങ്കിലും ശക്തിയായിട്ടുള്ള തലവേദന വരാം. ഇതിനായി ഡോക്ടേഴ്സ് ആൽബൻഡസോൾ പോലെയുള്ള മരുന്നുകളും സ്റ്റീറോയിഡും നൽകാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉടുമ്പിൻ്റെ നാവ് കഴിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതൊരൊറ്റമൂലിയായിട്ടാണ് അവർ ഉപയോഗിക്കുക. ഇതിൽ നിന്നും ആൻജിയോസ്ട്രോങ്കൈലസ് എന്ന പാരസൈറ്റ് മനുഷ്യനിലേക്ക് കയറി ഇയോസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിന് വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് അസുഖത്തിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധമാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ന്യൂമോക്കോക്കൽ വാക്സിൻസ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. മെനിഞ്ചോക്കോക്കൽ വാക്സിൻ പ്രൈവറ്റിൽ അവൈലബിൾ ആണ്. മെനിഞ്ചൈറ്റിസ് തടയാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണിത്.
മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 0.5% ആണ്. സർവൈവ് ചെയ്യുന്നവർക്ക് കേൾവിക്കുറവ്, സംസാരിക്കാനുള്ള പ്രയാസം, കാഴ്ചക്കുറവ്, അപസ്മാരം, ഓർമ്മപ്പിശക്, പഠന വൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ ചികിത്സ സഹായിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമുക്ക് തുടർന്നും കാണാം.